കനോലി കനാലിൽ പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി പ്രദേശത്തെ മണൽ ഖനനം നിർത്തിവെക്കുമെന്നും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ അനുമതി നൽകുകയുള്ളൂവെന്നും കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ. പുഴയിലെ ആഴം പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് ചെയർപേഴ്സൺ. മാളയിൽ ഓടിക്കൊണ്ടിരുന്ന മിനി പിക്കപ്പ് വാനിൽ നിന്ന് സ്റ്റീൽ പൈപ്പുകൾ റോഡിലേക്ക് തെറിച്ചു വീണു. പൈപ്പുകൾ കെട്ടിയിട്ടിരുന്ന കയറുകൾ ദൃഢമല്ലാതിരുന്നതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നതുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുക്കങ്ങൾ ആരംഭിച്ചു. രാത്രി മുതൽ ഭക്ഷണം വിളമ്പും. മന്ത്രി വി ശിവൻകുട്ടി കലവറ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കനോലി കനാലിൽ പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി പ്രദേശത്തെ മണൽ ഖനനം നിർത്തിവെക്കുമെന്നും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ അനുമതി നൽകുകയുള്ളൂവെന്നും കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പറഞ്ഞു. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പുഴയിലെ നിലവിലെ ആഴം പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. കടുത്ത പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്ന കനോലി കനാലിൽ പുല്ലൂറ്റ മഞ്ഞനപ്പള്ളി പ്രദേശത്തെ മണൽ ഖനനം നിർത്തിവെക്കുമെന്ന് കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പറഞ്ഞു. ഞങ്ങൾ ജനപ്രതിനിധികൾ നിങ്ങളോടൊപ്പം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം ശിവാലയ കമ്പനിയും ഒറിയന്റൽ കമ്പനിയുമായി പല വിഷയങ്ങളും ഞാൻ സംസാരിച്ചു കഴിഞ്ഞതാണ്. തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ വരുന്ന സമയത്തും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എക്സിയായി സംസാരിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ഈ ലെവൽ നിങ്ങൾക്ക് ഇവിടെ നൽകിയിട്ടില്ല എന്ന് അനിത പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എക്സിയെ വിളിക്കുകയും എക്സി ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ ഹോസ്പിറ്റലായതുകൊണ്ടാണ് ഇവിടെ എത്താൻ സാധിച്ചത്. തീർച്ചയായിട്ടും എക്സിയിൽ എത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പൊ എക്സിക്ക് ഈ ഒരു ഒഴിവുകേടുള്ളത് കൊണ്ടാണ് എനിക്ക് എത്താൻ പറ്റാത്തത്. അതുകൊണ്ട് നാളെ തന്നെ ഞാൻ ഇവിടെ വന്ന് അതിന് ഉള്ള തീരുമാനമെടുക്കും എന്നതാണ് എക്സിനോട് പറഞ്ഞിട്ടുള്ളത്. ലെവൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നെ തരും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. വാർഡ് കൗൺസിലർ അനിത ബാബു അധ്യക്ഷത വഹിച്ചു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ദേശീയപാത കമ്പനി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൂടിയ ജനകീയ സമിതി യോഗത്തിൽ മണലെടുപ്പ് പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പൗരസമിതിയുടെ സാന്നിധ്യത്തിൽ പുഴയിലെ നിലവിലെ ആഴം പരിശോധന നടത്തി നഗരസഭയ്ക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യണമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. പ്രദേശത്തെ മണൽ ഖനനം കാരണമുള്ള പാരിസ്ഥിതിക ആഘാതവും പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പരിഗണിച്ച് മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാമെന്നും നഗരസഭാ ചെയർപേഴ്സൺ യോഗത്തിൽ ഉറപ്പു നൽകി. ജനകീയ ഉപസമിതിക്ക് വേണ്ടി ടി.എ. നൌഷാദ്, ഇ.എസ്. സഗീർ, അനിൽകുമാർ, ഷഹീൻ കെ മൊയ്തീൻ, നസീമ നവാസ്, പി.ജെ. ഹഫ്സത്ത്, സഗീർ കെ, ബാബു കെ മേനോൻ, ബാഷിദ്, കൃഷ്ണൻ തലാശ്ശേരി, വി.എ. മുഹമ്മദ്, തുളസി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മാളയിൽ ഓടിക്കൊണ്ടിരുന്ന മിനി പിക്കപ്പ് വാനിൽ നിന്ന് സ്റ്റീൽ പൈപ്പുകൾ റോഡിലേക്ക് തെറിച്ചു വീണു. ഒഴിവായത് വൻ അപകടം. പൈപ്പുകൾ കെട്ടിയിട്ടിരുന്ന കയറുകൾ ദൃഢമല്ലാതിരുന്നതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നതുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൃഷ്ണൻകോട്ട കൊടകര ദേശീയപാതയിൽ മാള KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ഇന്ന് രാവിലെയാണ് സംഭവം. മാള പള്ളിപ്പുറത്തെ സ്റ്റീൽ ഫാക്ടറിയിൽ നിന്ന് 3 പീടികയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന മിനി പിക്കപ്പ് വാനിൽ നിന്നാണ് പൈപ്പുകൾ വഴിയിലേക്ക് വീണത്. അലക്ഷ്യമായി കെട്ടിക്കൊണ്ടുപോയിരുന്ന സ്റ്റീൽ പൈപ്പുകൾ റോഡിലേക്ക് വീഴുകയായിരുന്നു. ഈ സമയത്ത് സമീപത്ത് മറ്റു വാഹനങ്ങളോ ആളുകളോ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. പൈപ്പുകൾ കെട്ടിയിരുന്ന കയറുകൾ ദൃഢമല്ലാതിരുന്നതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നതുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മാസങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ ഇതേ കമ്പനിയിലേക്ക് വരികയായിരുന്ന വാഹനത്തിൽ നിന്നും സ്റ്റീൽ പൈപ്പുകൾ റോഡിലേക്ക് വീണ സാഹചര്യമുണ്ടായിരുന്നു. അനാസ്ഥയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഈ മാൾവള്ളിപ്പുറത്തുള്ള സ്റ്റീൽ കമ്പനിയിൽ നിന്നാണ് നിരന്തരം ഇത്തരത്തിൽ ഈ റോഡിലൂടെ വാഹനങ്ങൾ ഈ ഓവർലോഡുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നുണ്ടായിരുന്നത് 11:30യോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ അപകടം ഉണ്ടാകുന്നത് വളരെ സേഫ്റ്റി 2.5 ടൺ വെയിറ്റാണ് ഈ ചെറിയൊരു വാഹനത്തിൽ കൊണ്ടുവരുന്നത്. ഒരു സേഫ്റ്റി മാർഗങ്ങളും പാലിച്ചിട്ടില്ല. ഇത് കെട്ടിയിരിക്കുന്ന കയറ് കണ്ടോ, ഒരാടിനെ കെട്ടുന്ന കയറ് ഉപയോഗിച്ചിട്ടാണ് ഈ ഇത്രയും വലിയ ലോഡ് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് ഈ അപകടങ്ങൾ ഈ റോഡിലുണ്ടാകുമ്പോൾ പലവട്ടം ഈ സ്ഥാപന ഉടമയോട് പറയാറുണ്ട്, ഈ വാഹനങ്ങളിൽ ലോഡ് ചെയ്ത് വിടുമ്പോൾ അതിൻ്റെ സേഫ്റ്റി മാർഗങ്ങൾ പാലിച്ചിട്ട് വേണമെന്ന് പലവട്ടം പൊതുജനങ്ങളുടെ നാട്ടുകാർ ആവശ്യപ്പെട്ടും ഇതുവരെ അത് പാലിക്കപ്പെടുന്നില്ല.
ഇത് ഭാഗ്യം കൊണ്ടാണ് ഇതിൽ യാത്ര ചെയ്യുന്ന പല വാഹനങ്ങളും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുന്നത്. ഇനിയും ഇത് ഇത്തരത്തിലുള്ള അനാസ്ഥ തുടരാൻ ഇവിടെ അനുവദിക്കാൻ പറ്റില്ല. മീഡിയ ടൈം, മാള. SN പുരം പഞ്ചായത്ത് സെക്രട്ടറി സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് പരാതി. സമൂഹ മാധ്യമ അക്കൗണ്ടിൽ UDFനെ അധിക്ഷേപിച്ച് കമന്റ് ഇട്ടുവെന്നാണ് കോൺഗ്രസ് പരാതിപ്പെട്ടിരിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നാളെ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തും. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രഹന പി ആനന്ദാണ് രാജേഷ് നേതാജി എന്നയാളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ UDFനെ അധിക്ഷേപിച്ച് കമന്റ് ഇട്ടത്. ഇങ്ങനെ ചെയ്യുന്നത് സർക്കാർ ജീവനക്കാരി, ഉപവരണാധികാരി എന്നീ നിലകളിൽ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ കളക്ടർ തുടങ്ങിയവർക്ക് രേഖാമൂലം കോൺഗ്രസ് പരാതി നൽകി. ഉചിതമായ അച്ചടക്ക നടപടികൾ സെക്രട്ടറിക്കെതിരെ സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ KA സിറാജ് അറിയിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നാളെ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അന്തരിച്ച മാളയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് വർഗീസ് കാച്ചപ്പള്ളിക്ക് ജന്മനാടിന്റെ ആദരാഞ്ജലി. മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി മുതിർന്ന നേതാക്കളായ മുൻ MP PK ധനപാലൻ, മുൻ MLA TU രാധാകൃഷ്ണൻ, മറ്റു കോൺഗ്രസ് നേതാക്കൾ, പ്രവർത്തകർ എന്നിവർ അന്നമനടയിലെ വീട്ടിലെത്തി. സംസ്കാരം ഇന്ന് വൈകിട്ട് കുമ്പിടി ദേവാലയ സെമിത്തേരിയിൽ നടന്നു. കൊരട്ടി മധുര കോട്ട്സിൽ ജോലി ചെയ്തിരുന്ന കാലത്താണ് വർഗീസ് കാച്ചപ്പള്ളി പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയനാകുന്നത്. കോൺഗ്രസിലെ I ഗ്രൂപ്പ് ശക്തമായി നിന്ന കാലത്തും ആന്റണി വിഭാഗം നേതാവായി വർഗീസ് കാച്ചപ്പള്ളി അറിയപ്പെട്ടു. 1979 മുതൽ തുടർച്ചയായ 40 വർഷം ജനപ്രതിനിധിയായി. അന്നമനട പഞ്ചായത്ത് അംഗം, വൈസ് പ്രസിഡന്റ്, മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചു. ജനപ്രതിനിധി എന്ന നിലയിൽ തുടർച്ചയായി 36 വർഷം പൂർത്തിയാക്കിയതിന് ശേഷമാണ് മാള ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷനാകാനുള്ള അവസരം ലഭിച്ചത്. മാള സർക്കാർ ആശുപത്രിയിൽ പൊതുജന പങ്കാളിത്തത്തിൽ ഡയാലിസിസ് യൂണിറ്റ്, ആധുനിക പാത്തോളജി ലാബ്, ആംബുലൻസ് എന്നിവ അനുവദിച്ചത് വർഗീസ് കാച്ചപ്പള്ളിയുടെ നേട്ടങ്ങളാണ്. പുല്ലൻകുളങ്ങര പാടത്തേക്ക് വെള്ളമെത്തിക്കാനായി പ്രത്യേക പദ്ധതിയൊരുക്കി. പുഴയോര മേഖലയായിരുന്നിട്ടും വരൾച്ച രൂക്ഷമായി അനുഭവപ്പെട്ടിരുന്ന അന്നമനട കുമ്പിടിയിലേക്ക് 100 HP മോട്ടോർ അടക്കമുള്ള ജലസേചന പദ്ധതിയും സമ്മാനിച്ചു. 84 വയസ്സ് നീണ്ട വിശ്രമമില്ലാത്ത പൊതുപ്രവർത്തന ജീവിതത്തിന് ഇതോടെ തിരശീല. സംസ്കാരം സ്വദേശമായ കുമ്പിടി ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ നടന്നു. മീഡിയ ടൈം, മാള. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കലോത്സവത്തിന്റെ തലേദിവസം രാത്രി മുതൽ ഭക്ഷണം വിളമ്പും. മന്ത്രി വി ശിവൻകുട്ടി കലവറ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഇത്തവണയും പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കുന്നത്. സദ്യവട്ടങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറികൾ മുതൽ എല്ലാ ഒരുക്കങ്ങളും കലോത്സവ കലവറയിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ മുതൽ കലവറ നിറച്ചു തുടങ്ങി. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പാലുകാച്ചൽ ചടങ്ങ് പൂർത്തിയാകുന്നതോടെ സദ്യയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിക്കും. പച്ചക്കറികൾ അരിയലും അടുപ്പുകൂട്ടലും തുടങ്ങി കലവറ സജീവമാകാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. അധ്യാപക സംഘടനയുടെ മേൽനോട്ടത്തിലാണ് കലവറയും ഭക്ഷ്യപ്പുരയും പ്രവർത്തിക്കുന്നത്. 600-ലധികം വരുന്ന അധ്യാപകർ ഫുഡ് കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കും. കലവറ ഒരുക്കത്തിന് മുന്നോടിയായി മന്ത്രി വി ശിവൻകുട്ടി, മേയർ, കളക്ടർ ഉൾപ്പെടെയുള്ളവർ പാചകപ്പുര സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. 4000 ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനും 5000 പേർക്ക് വരി നിൽക്കാനുമുള്ള പ്രത്യേക സൗകര്യവും ഭക്ഷണ പന്തലിൽ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ എല്ലാ ദിവസവും 10000-ലധികം ആളുകൾക്ക് ഭക്ഷണം ക്രമീകരിക്കും. ഉച്ചയ്ക്ക് 20000 ആളുകൾക്കുള്ള ഭക്ഷണവും തയ്യാറാക്കും. ഭക്ഷ്യപ്പുര കുറ്റമറ്റ രീതിയിൽ വിപുലമായി പ്രവർത്തിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 4 നേരമായി 60000 പേർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്നാണ് ഒരു പൊതുവിൽ എടുത്തിട്ടുള്ള ഒരു കണക്കെന്ന് പറയുന്നത്. നമ്മുടെ ഇതിന്റെ ചുമതല വഹിക്കുന്ന നമ്പൂതിരി ഇവിടെ ഉണ്ട്. കുട്ടികൾ ശേഖരിച്ച പച്ചക്കറി നല്ല പച്ചക്കറിയാണ്. അങ്ങനെ ഒരു വ്യാപകമായ തോതിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തിയൊന്നുമല്ല ശേഖരിച്ചത്. ഒരറിയിപ്പ് കൊടുത്ത് കുട്ടികളെ കൊണ്ടുവന്ന് ശേഖരിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ പലതരം തേങ്ങ അടക്കമുള്ള പലതരം പച്ചക്കറിയെല്ലാം കൂടെ ഒരു ദിവസം ഉള്ള കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി തികയുമെന്നാണ് ഇതിന്റെ പാചകക്കാരനായിട്ടുള്ള പഴയിടം നമ്പൂതിരി പറയുന്നത്.
വലിയ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു നല്ല ഒരു സ്റ്റാർ ഹോട്ടലിന്റെ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പിന്നെ മെത്തയുണ്ട്, തലകണയുണ്ട്, ഷീറ്റുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. മത്സരങ്ങൾ നീണ്ടുപോയാലും എല്ലാ കുട്ടികൾക്കും വേണ്ടി രാത്രി 1 മണി വരെ കലവറ പ്രവർത്തിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മുഖ്യവേദി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. വേദിക്ക് താമര എന്ന പേര് ഇല്ലാതിരുന്നതിലും സുരേഷ് ഗോപി പ്രതികരിച്ചു. എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്നതാണ് പ്രശ്നം. രാഷ്ട്രമെന്ന് വിചാരിച്ചാൽ മതി. താമരയോടെ എങ്ങനെയാണ് രാഷ്ട്രീയം കാണാൻ കഴിയുന്നതെന്നും സുരേഷ് ഗോപി ചോദിച്ചു. ഇതിനകത്തൊക്കെ ഈ രാഷ്ട്രീയം, പെട്ടെന്ന് നമ്മൾ രാഷ്ട്രീയം കണ്ടാൽ അങ്ങനെ തോന്നും. രാഷ്ട്രം എന്ന് വിചാരിച്ചാൽ തോന്നില്ല. താമര എന്ന് പറയുന്നത് ദേശീയ പുഷ്പമാണ്. റോസ പുഷ്പം പോലെ തന്നെ ഉള്ളതാണ്. പിന്നെ താമരയോട് എങ്ങനെയാണ് നമുക്ക് രാഷ്ട്രീയം കാണാൻ പറ്റുന്നത്? അത് പൂജാപുഷ്പമാണ് അല്ലേ? അപ്പോൾ താമര ഇങ്ങനെ കുളത്തിൽ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ആർക്കെങ്കിലും അത് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയാൻ തോന്നുന്നു? ഇല്ല, അതിനോടൊരു പ്രണയം വരും. അപ്പം പ്രകൃതിയുടെ എല്ലാ വിഭവങ്ങളോടും നമുക്ക് പ്രണയമുണ്ടാവും. ആ പ്രണയ കണ്ണുകൊണ്ട് കണ്ടാൽ അതിന് ഭംഗിയെ തോന്നും. രാഷ്ട്രീയ കണ്ണുകൊണ്ട് കാണുന്നത് അത് കാണുന്നവരുടെ കുഴപ്പം മാത്രമാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. എനിക്ക് ആരെങ്കിലും വഴിതെറ്റിച്ചതായിരിക്കും. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. മേലടൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിലെ തിരുനാൾ ജനുവരി 14 മുതൽ 18 വരെ ആഘോഷിക്കും. 14 വൈകിട്ട് ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ കൊടിയേറ്റം നിർവഹിക്കും. തുടർന്ന് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടക്കും. 17 ശനിയാഴ്ച സെബസ്റ്റ്യാനി സഹദായുടെ തിരുനാൾ ആഘോഷിക്കും. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ കുർബാന, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. ചടങ്ങുകൾക്ക് ഫാദർ ബിബിൻ കുരിശിത്തറ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 23-ന് 8-മട തിരുനാൾ ആഘോഷിക്കും. പത്രസമ്മേളനത്തിൽ ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ, ഫാദർ മേജിങ് കല്ലേലി, ആന്റണി ജേക്കബ് ചക്കാലക്കൽ, ജോയ് വർഗീസ് തോട്ടത്തിൽ തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു. ഈ തിരുനാളിലെ ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വർഷത്തിലൊരിക്കലാണ് ഉണ്ണീശോയുടെ കൂട് തുറന്ന് രൂപം പുറത്ത് എഴുന്നള്ളിക്കുക. അത് നടക്കുന്നത് 17-ാം തീയതി വൈകിട്ട് അമ്പ് പള്ളിയിൽ പ്രവേശിച്ചതിന് ശേഷം വേസ്പരയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ആരംഭിച്ച് ഉണ്ണീശോയുടെ രൂപം പുറത്തെടുത്ത് അത് ആഘോഷമായി പന്തലിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ആ സമയത്ത് ഉണ്ണീശോയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അനേകായിരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആത്മീയതയുടെ നിറവ് നൽകുന്ന ഒരു നിമിഷം അവിടെയുണ്ട്. ഈ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതാണ്. ദേശീയപാത 66 ചന്ദ്രാപിന്നി 17-ാം കല്ലിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രക്കാരനായ യുവാവിന് പരിക്ക്. പെരിങ്ങോട്ടുകര സ്വദേശി 22 വയസ്സുള്ള റാഷിദിനാണ് പരിക്കേറ്റത്. ഇയാളെ ചന്ദ്രാപിന്നിയിലെ MHM ആംബുലൻസ് പ്രവർത്തകർ ചന്ദ്രാപിന്നിയിലെ അൽ ഇക്ബാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. വടക്കു ഭാഗത്തു നിന്നും വന്നിരുന്ന കാറും എതിരെ വന്ന ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ലംഘിച്ച് തീരത്തോട് ചേർന്ന് കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. പൊക്ലായി ഭാഗത്തു നിന്നാണ് അനധികൃതമായി കരവലി നടത്തിയ മലപ്പുറം പൊന്നാനി അഴീക്കൽ സ്വദേശി കോയാലിക്കാനകത്ത് വീട്ടിൽ നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസാത്ത് 2 എന്ന ബോട്ട് പിടിച്ചെടുത്തത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം അഴീക്കോട് ഫിഷ് ലാൻഡ് സെന്ററിൽ പരസ്യലേലം ചെയ്ത് ലഭിച്ച 8,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. 2 ബോട്ടിനും 90,000 രൂപ പിഴ ഈടാക്കി. കൊടുങ്ങല്ലൂരിൽ ഹോട്ടലുകളിൽ ആരോഗ്യ പരിശോധന നടത്തി നഗരസഭ ആരോഗ്യ വിഭാഗം. താലപ്പൊലിക്ക് മുന്നോടിയായി നഗരത്തിലെ പ്രധാന 16 ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ 4 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം പിടിച്ചെടുത്തു. ഹോട്ടൽ മഹാറാണി, താലൂക്ക് ആശുപത്രി ക്യാന്റീൻ, സജ്ജീവനി, ഫുഡ് വാലി തുടങ്ങിയവയിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. പഴുക്കര സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ദേശീയ താരങ്ങൾക്ക് സ്വീകരണം നൽകി.
കേരളത്തെ പ്രതിനിധീകരിച്ച് പഞ്ചാബിലെ പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി നടന്ന 29ാമത് ദേശീയ ജൂനിയർ ഗേൾസ് ആൻഡ് ബോയ്സ് സെപ്തക്രോ മത്സരത്തിൽ ചാമ്പ്യന്മാരായ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കായിക താരങ്ങൾക്കാണ് സ്വീകരണം നൽകിയത്. സ്കൂളിലെ കായിക അധ്യാപകനും കേരള ഗേൾസ് ടീം കോച്ചുമായ സംഗീത് സത്യൻ, വിദ്യാർത്ഥികളായ കേരള ടീം ക്യാപ്റ്റൻ ഐശ്വര്യ ജോയ്, അലോന ജോയ്, അന്ന മരിയ ബാബു, അനറ്റ് ഷാജു, ജീൻ മരിയ ജിജു എന്നിവർക്ക് സ്കൂൾ അങ്കണത്തിലും അഷ്ടമിച്ചിറ ജംഗ്ഷനിലും സ്വീകരണം നൽകി. സ്വീകരണ യോഗത്തിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ റോസക്കുട്ടി ജോസഫ്, പ്രിൻസിപ്പൽ സിസ്റ്റർ മനീഷ വഗേല, മാള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിജി ജോയ് മാതിരപ്പള്ളി, ലിൻസി ജിജു, PTA പ്രസിഡന്റ് KG ജോയ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. That I stand before you today to celebrate the grand success of the National Junior Sepak Takraw Tournament, where our Kerala team, girls team, emerged as champions, bringing laurels to our state and especially honor to our institution. As the saying goes, success is not an accident. It is hard work, perseverance, learning, sacrifice, and above all, love for what you are doing. Today, this victory stands as a living testimony to these very values. We are truly honored by the presence of our respected dignitaries on the stage, especially the parents of our winners. മറ്റത്തൂർ പഞ്ചായത്തിലെ BJP കോൺഗ്രസ് അവിശുദ്ധ സഖ്യത്തിനെതിരെ LDF കൊടകര പഞ്ചായത്ത് കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം ഡോക്ടർ P. സരീൻ ഉദ്ഘാടനം ചെയ്തു. KC ജെയിംസ് A അധ്യക്ഷനായി. CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, MR രഞ്ജിത്ത്, PR പ്രസാദൻ, CM ബബീഷ്, KD അപ്പച്ചൻ, അൻവർ സാദിഖ്, സ്വപ്ന സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര മറ്റത്തൂർ കടശപ്പുരം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം ജനുവരി 14 ബുധനാഴ്ച സമാപിക്കും. തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബുധനാഴ്ച വൈകിട്ട് പെരുമ്പളം ശരത്തിന്റെയും രവിപുരം വിഷ്ണുവിന്റെയും ഇരട്ടത്തായമ്പക അരങ്ങേറും. രാത്രി 9 മണിക്ക് പ്രത്യേക തന്ത്രി പൂജകൾക്ക് ശേഷം പാർവതി ദേവിയുടെ തിരുനട അടയ്ക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനോലി കനാലിൽ പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി പ്രദേശത്തെ മണൽ ഖനനം നിർത്തിവെക്കുമെന്നും ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു മാത്രമേ അനുമതി നൽകുകയുള്ളൂവെന്നും കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ. പുഴയിലെ ആഴം പരിശോധന നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് ചെയർപേഴ്സൺ. മാളയിൽ ഓടിക്കൊണ്ടിരുന്ന മിനി പിക്കപ്പ് വാനിൽ നിന്ന് സ്റ്റീൽ പൈപ്പുകൾ റോഡിലേക്ക് തെറിച്ചു വീണു. പൈപ്പുകൾ കെട്ടിയിട്ടിരുന്ന കയറുകൾ ദൃഢമല്ലാതിരുന്നതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരുന്നതുമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുക്കങ്ങൾ ആരംഭിച്ചു. രാത്രി മുതൽ ഭക്ഷണം വിളമ്പും. മന്ത്രി വി ശിവൻകുട്ടി കലവറ സന്ദർശിച്ച് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.